സമൂഹത്തിന് ഗുണമില്ല എന്ന് മാത്രമല്ല, വളർന്നുവരുന്ന തലമുറയെ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങളുമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ആ പരിപാടിക്ക് പിന്നിലുള്ള സംഘാടകർ ലക്ഷ്യം വെക്കുന്നത്. അതിനിടയിലാണ് ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ അവതാരകർ ആ പരിപാടിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു സമയം മുതൽക്ക് തന്നെ ആ ഒരു പരിപാടിയിലേക്ക് അവരെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ലക്ഷ്യം എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിനെ വഴിതെറ്റിക്കാനാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനടക്കമുള്ള പല ആളുകൾ രംഗത്ത് വന്നു. ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ ആദ്യമായിട്ടാണ് ഈ പരിപാടിയുടെ അവതാരകർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല ചോദ്യങ്ങൾ, പല വിമർശനങ്ങൾ ബിഗ് ബോസിനെതിരായിക്കൊണ്ട് പല ആളുകളും ഉന്നയിച്ചു. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പക്ഷേ അതിലൂടെ അവരെ കൊണ്ട് ആ ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പരിപാടിയുടെ റേറ്റിംഗ് കൂട്ടാനും വ്യൂസ് കൂട്ടാനും റീച്ച് കൂട്ടാനും വേണ്ടിയുള്ള ഒരു ബിസിനസ് തന്ത്രമായി മാത്രമായിരിക്കാം. പക്ഷെ ആ പരിപാടി കാണുന്ന ഒരു പൊതുസമൂഹമുണ്ട്. ആ പൊതുസമൂഹത്തിൻ്റെ ചിന്തയിലേക്ക് ഈ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്നത് അതത്ര മോശമുള്ളൊരു കാര്യമല്ല, അത് നോർമൽ കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. അത്തരത്തിൽ ആ ഒരു ലെസ്ബിയൻ എന്ന് പറയുന്ന ചിന്താഗതിയെ നോർമലൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ സംഘാടകരും മറ്റുമൊക്കെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലെ കണ്ടസ്റ്റന്റായിട്ടുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരി വളരെയധികം ശക്തമായി കൊണ്ട് ഒരു നിലപാട് തുറന്നു പറഞ്ഞത്. ആദില നൂറ എന്ന് പറയുന്ന 2 ലെസ്ബിയൻ കപ്പിൾസിനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന ശക്തമായ നിലപാടിൽ ആ സഹോദരി ഉറച്ചു തന്നെ നിന്നു. ആ പരിപാടിയുടെ അവതാരകനായ മോഹൻലാൽ ലക്ഷ്മി എന്ന് പറയുന്ന ആ സഹോദരിയോട് വളരെയധികം ദേഷ്യപ്പെടുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. എന്നിട്ടും ആ സഹോദരി തെല്ലും ഭയപ്പെടാതെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അതിനുശേഷം സമൂഹമാധ്യമങ്ങളിലെങ്ങും ലക്ഷ്മിയുടെ പേരായിരുന്നു. ആ ലക്ഷ്മിയെ അഭിനന്ദിച്ചുകൊണ്ട്, ലക്ഷ്മിയെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറഞ്ഞ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരിയെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് നാം എല്ലാവരും കണ്ടത്. ഒരുപാട് പേർ ആ സഹോദരിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. പക്ഷെ ഇനിയും നേരം വെളുക്കാത്ത, ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ചില ആളുകൾ മാത്രം ആ സഹോദരി പറഞ്ഞ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ആ സഹോദരിയെ സമൂഹമാധ്യമങ്ങളിലൂടെ കളിയാക്കുന്ന, വിമർശിക്കുന്ന കാഴ്ചകളുണ്ടായി. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ആ സഹോദരി പറഞ്ഞു വെച്ച കാര്യം കാലം തെളിയിക്കുന്ന, അല്ലെങ്കിൽ ശരിയാണെന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ കാണുന്നൊരു വ്യക്തിയാണെന്ന്. ഒരിക്കലുമില്ല. ഇന്നേ വരെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടി, കാരണം നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിന് യാതൊരുവിധ ഉപകാരവും ഗുണവുമില്ലാത്ത അത്തരമൊരു പരിപാടി കാണാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല, എനിക്കതിന് സമയമില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ സംബന്ധിച്ച് ആദ്യം ശക്തമായി എതിർത്തുകൊണ്ട് ഈ പരിപാടി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ഞാൻ തന്നെയായിരുന്നു രംഗത്ത് വന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ സംഭവങ്ങളൊക്കെ, അതായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നുവെന്നായിരിക്കാം. നമുക്കറിയാം സമൂഹ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതലും വരുന്ന വാർത്തകളും അല്ലെങ്കിൽ പോസ്റ്റുകളുമൊക്കെ ഇത്തരം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെയാണ്. ഒരുപാട് റീച്ചുകൾ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ ഫേസ്ബുക്കിലൂടെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ അങ്ങനെ മറ്റാരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് നമ്മളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരുപാട് റീച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ കണ്ട കുറച്ച് ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയെടുത്തത്. അല്ലാതെ ആ പരിപാടി കണ്ടിട്ടല്ല. ആദില നൂറ എന്ന് പറയുന്ന ഈ 2 കണ്ടസ്റ്റന്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും ആളുകൾ വെറുക്കുന്നത് ആദില എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ പലപ്പോഴും പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ആദില എന്ന് പറയുന്ന പെൺകുട്ടി ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിർബന്ധിച്ചാണ് ലെസ്ബിയൻ ആക്കിയത് എന്നും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി തന്റെ ട്രാപ്പിൽ കുടുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ കുറെ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. അതിന് കാരണമായിക്കൊണ്ട് ആദില എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളാണ്. ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ആ ഒരു സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച ആ ഒരു പോസ്റ്റുകൾ അതിങ്ങനെയാണ്. ഇത് നിങ്ങൾ കണ്ടില്ലേ? എന്റെ കയ്യിലുള്ളത് പുറത്തുവിട്ടാൽ നീ നാറും. ആദില ഹൗസിൽ വെച്ചിടയ്ക്ക് നൂറയോട് പറയുന്ന വാക്കുകൾ. എന്തിനാദില ഇങ്ങനെ പറയണം? ഇത് കേൾക്കുമ്പോൾ നൂറ സൈലന്റ് ആവാറുമുണ്ട്. ഇനി മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്. ആദില നൂറയെ പലപ്പോഴും കൺട്രോൾ ചെയ്തതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നൂറ പലപ്പോഴും തന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ആദിലയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. കാരണം ആദില തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, നൂറയുടെ ചുണ്ട് കണ്ടിട്ടാണ് എനിക്ക് നൂറയെ ഇഷ്ടമെന്ന്. ഒരുപക്ഷെ ആദില ഔട്ടായി പോയാൽ നൂറയുടെ ഫാമിലി വരുമ്പോഴേക്കും നൂറ തന്റെ വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുമായിരിക്കും. ആദില പലപ്പോഴായി പറയുന്നുണ്ട്,
ഞാൻ എൻ്റെ കയ്യിലുള്ളത് പുറത്ത് കാണിച്ചാൽ നീ നാണം കെടുമെന്നൊക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കുമോ? ഇനി മറ്റൊരു പോസ്റ്റ് എങ്ങനെയാണ്? നൂറ ഒരു ദിവസം ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് എനിക്കെൻ്റെ അനിയത്തികളെ കാണാൻ തോന്നുന്നു, മിസ് ചെയ്യുന്നു എന്നൊക്കെ സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആദില അവിടേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് നൂറ പേടിച്ച പോലെ വിഷയം മാറ്റി സംസാരിക്കുന്നു. കുറച്ചു ദിവസമായി ആദിലയുടെ ശരിക്കുമുള്ള സ്വഭാവം കണ്ടപ്പോഴാണ് നൂറയുടെ അവസ്ഥ ആലോചിച്ചു നോക്കിയത്. നൂറയെ ഒന്നും പറയാനോ ചെയ്യാനോ സമ്മതിക്കില്ല. ഹൗസിലെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നൂറയോട് ആദിലയുടെ പെരുമാറ്റ രീതികൾ മനസ്സിലായി. അപ്പോൾ റിയലായി എങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ആളുകളും, ഇവരൊക്കെ ഈ പരിപാടി കാണുന്നവരാണ്, അവർ കുറിച്ചു വെച്ച ഓരോ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഈ ആദില എന്ന് പറയുന്ന പെൺകുട്ടിയാണ് മനഃപൂർവ്വം ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിർബന്ധിച്ച് പിടിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് അവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദിലയും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി എടുത്ത ആ ഒരു നിലപാടിൽ അതിനെ കുറെ ആളുകൾ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു വെച്ചല്ലോ. എന്നാൽ അന്ന് ആ ലക്ഷ്മിയെ കളിയാക്കിയവരും വിമർശിച്ചവരും തന്നെ ഇപ്പോൾ ലക്ഷ്മിക്ക് വീണ്ടും സപ്പോർട്ടുമായി രംഗത്ത് വരുന്നു. കാരണം മറ്റൊന്നുമല്ല, ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവർ പറഞ്ഞു വെച്ച ആ കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴായി പറഞ്ഞു വെക്കാറുണ്ട്, ഇത്തരം പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്ത് അതിലൊരു പ്രൊമോഷൻ കൊടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ എന്ന് കരുതി ചില കാര്യങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇവിടെ ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി അതിനുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നല്ലവരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു പോസിറ്റീവായി കണക്കാക്കി, അവരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ഹീറോയായി കണക്കാക്കി, അവരെയൊക്കെയാണ് റോൾ മോഡലാക്കി കാണേണ്ടത് എന്നുള്ള തരത്തിലൊക്കെ പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പ്രചരിപ്പിക്കുമ്പോൾ അവരെ കണ്ടുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെയാകണമെന്ന് ചിന്തിക്കുന്ന പല പെൺകുട്ടികളും ഒക്കെ ഉണ്ടാകാം. നമുക്കറിയാം, ഓരോ കൊച്ചുകുട്ടികൾ പോലും ആ രണ്ട് പെൺകുട്ടികളെയും കണ്ടുകൊണ്ട് അവരാരാണ്, അവരെപ്പോലെ ആകണമെന്നൊക്കെ തൻ്റെ അമ്മയോട് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മ ഇവരാരാണ്, ഇവർ സഹോദരിമാരാണോ എന്ന്. ആ അമ്മയ്ക്ക് എന്തും മറുപടി പറയാനാകും തൻ്റെ മകനോട് അല്ലെങ്കിൽ മകളോട്. എന്നാൽ അവരുടെ ജീവിതം അങ്ങനെയല്ല. അതല്ല അവരുടെ യഥാർത്ഥ മുഖം എന്നുള്ളത്. റീൽസിലും സോഷ്യൽ മീഡിയയിലും കാണിക്കുന്നതല്ല, അതിലൂടെ കാണിക്കുന്ന സന്തോഷമല്ല അവരുടെ യഥാർത്ഥ സന്തോഷം എന്നുള്ളത് മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും അവരെ റോൾ മോഡലാക്കിക്കൊണ്ട് അവരെപ്പോലെ ആകാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതാണ് ഇവരുടെ യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആഷി എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മ വളരെയധികം സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി തൻ്റെ മകനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ജാസി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മകനെ നിർബന്ധിച്ച് എന്തോ കൂടോത്തരങ്ങളൊക്കെ ചെയ്ത് ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് തൻ്റെ മകനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. തൻ്റെ മകനെ എനിക്ക് എങ്ങനെയെങ്കിലും വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന വിഷമിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ സാധിച്ചത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകട്ടെ.